Hello students. Now let us see some topics from module 5. Now here we had seen in the last class the internal organization of memory chips. So there is one more topic which is related to this topic, that is organization of memory unit. അപ്പോൾ അതായത് നമുക്ക് സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് മെമ്മറി യൂണിറ്റ് എന്ന്. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ, അതായത് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പം അഡ്രസ് ഡീകോഡർ വെച്ചിട്ടും അതുപോലെ തന്നെ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്തിട്ടും എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മളൊരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് 1K x 1 മെമ്മറി ചിപ്പാണ്. അതായത് എന്താണ് ഈ 1K x 1 എന്ന് ഉദ്ദേശിക്കുന്നത്? 1K x 1 എന്ന് പറഞ്ഞാൽ 1K എന്ന് പറയുന്നത് എത്രയാണ്? 1024 ആണ്. ഓക്കെ, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1K 2K അത് ഓർമ്മയില്ല നിങ്ങൾക്ക്? അതായത് നമ്മൾ അതിനൊരു റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് 1K എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്, മെമ്മറീൻ്റെ സൈസാണ്. അതെന്ന് വെച്ചാൽ 1024 ആണ് 1K. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ലൊക്കേഷൻസ് ആണ് ഉണ്ടാവുക, മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ ഒരു ചിപ്പിന് ഉണ്ടാവുക. ക്രോസ് 1 എന്ന് പറയുന്നത് അത് ഒരു ലൊക്കേഷനിൽ, ഒരു മെമ്മറി ലൊക്കേഷനിൽ എത്ര ബിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 1 എന്ന് പറഞ്ഞാൽ 1 ബിറ്റ്. ഓക്കെ, സോ ഒരു മെമ്മറി ലൊക്കേഷനിൽ 1 ബിറ്റ്, അങ്ങനെ 1024 മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ ഒരു ചിപ്പിന് ഉണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 1024 x 1 അല്ലെങ്കിൽ 1K x 1 memory chip has got 1024 memory words of size 1 bit only. Okay, size 1 bit ആണ്. Therefore size of the data bus is 1 bit. അതായത് ഡേറ്റ ബസ്സിൻ്റെ സൈസ് എത്രയാണ്? അപ്പം 1 ബിറ്റ് ആയിരിക്കും. ആൻഡ് സൈസ് ഓഫ് ദ അഡ്രസ് ബസ്സിൻ്റെ എത്ര അഡ്രസ് ലൈൻസ് ഉണ്ടാവും? 10 ആയിരിക്കും. 10 എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ 2⁻10 ആണ് 1024. അപ്പോൾ അതാണ് നമ്മൾ, അതായത് ഇപ്പോൾ 10 അഡ്രസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിന് ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 1024 ആണ്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് ഈ 10 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ 10 അഡ്രസ് ലൈൻസ് വേണ്ടി വരും ഇതിനെ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് റീഡും ഇതിലേക്ക് റൈറ്റും ചെയ്യാൻ. ഇനി പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ കണ്ടൻസ് ഓഫ് ദ മെമ്മറി അഡ്രസ് ബസ്. അതായത് ഈ മെമ്മറി, അതായത് അഡ്രസ് ബസ്സിൽ എന്താണോ വാല്യൂ അതനുസരിച്ചാണ് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഡീകോഡർ യൂസ് ചെയ്യുന്നത് അത് മെമ്മറി അഡ്രസ്സ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ മെനി മെത്തേഡ്സ് ഉണ്ട് ഡീകോഡിങ്ങിന്. അതിന് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഗനൈസേഷൻ ഓഫ് ദ മെമ്മറി മൊഡ്യൂൾ. എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഡീകോഡിങ് നടക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അതായത് ഇൻ വൺ കേസ്, അതായത് ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെവറൽ വേർഡ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ 1 റോ. ഒരു റോയിലാണ് വേർഡ്സ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കൺസിഡർ ദ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 1024 x 1 ചിപ്പ്. ഓക്കെ, അതിലെന്താണെന്ന് വെച്ചാൽ ഫിഗർ നമുക്ക് നോക്കാം. അതിൽ ദ റിക്വയർഡ് 10 ബിറ്റ് അഡ്രസ്സ്, അതായത് 10 ബിറ്റ് ആണല്ലോ അഡ്രസ്സ് പറഞ്ഞത്, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ്സാണ് 5 ബിറ്റ്സ് ഈച്ച്, 5 ബിറ്റിൻ്റെ. ദാറ്റ് ഈസ് ടു ഫോം ദ റോ ആൻഡ് കോളം അഡ്രസ് ഓഫ് ദ സെൽ അറേ. അതായത് റോവിന് വേണ്ടി 5 ബിറ്റും കോളമിന് വേണ്ടി 5 ബിറ്റും. അപ്പോൾ അത് റോ അഡ്രസ് സെലക്ട്സ് റോ ഓഫ് 32 cells, all of which are accessed in parallel. അപ്പോൾ 32 cells ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫിഗറിലേക്ക്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നമുക്കിപ്പം അതായത് ഈ 10 ബിറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ, അത് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ബിറ്റ് റോ അഡ്രസ്സും 5 ബിറ്റ് കോളം അഡ്രസ്സും. ഇനി 5 ബിറ്റ് കോളം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 5 ബിറ്റ് ഡീകോഡറിൽ കൊടുത്ത് അതിൽ ഈ 32 വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ആണ് എടുക്കുന്നത്. ഈ 32 x 32 എന്ന് പറഞ്ഞാൽ അതൊരു സെൽ ആരെയാണ്. അതാണ് നമുക്ക് 1024 കിട്ടുന്നത്. 32 × 32 എത്രയാണ്? 1024 ആണ്. സോ അതാണ് അതിൻ്റെ ഓർഗനൈസേഷൻ വരുന്നത്. അതിലിപ്പം 5 ബിറ്റ് ഡീകോഡർ വെച്ചിട്ട് 32 ലൈൻസിൽ ഏതെങ്കിലും ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി സെൻസ് റൈറ്റ് സർക്യൂട്ടറി ഉണ്ട്, അതുവഴി നമുക്ക് റീഡും റൈറ്റും ചെയ്യാം. ഓക്കെ, അപ്പം 5 ബിറ്റ് കോളം അഡ്രസ്സ് ഉണ്ട്, കോളം അഡ്രസ്സ് ഡയറക്റ്റ്ലി അത് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോളം എന്ന് പറഞ്ഞാൽ ഇപ്പം 1 ബിറ്റ് മാത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ബിറ്റ് മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് ഡയറക്റ്റ്ലി നമുക്ക് ആ കോളം അഡ്രസ്സ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പക്ഷേ നമുക്ക് 32 ഉണ്ടല്ലോ റോസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിന് 5 ബിറ്റ് ഡീകോഡർ വേണ്ടി വരുന്നുണ്ട്.
ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് റീഡ് ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലെക്സർ ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് റീഡ് ഓപ്പറേഷൻ നോക്കാം. അപ്പോൾ റീഡ് ഓപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? റീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടാണ് വേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ഈ 32x32 മെമ്മറി സെല്ലിൻ്റെ ഒരു ബിറ്റ്, അതായത് ഒരു സെല്ലിൻ്റെ വാല്യൂ നമുക്ക് ഈ ഡേറ്റ എന്ന ലൈനിലേക്ക് വരണം അല്ലേ. അതായത് ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ഇൻപുട്ട്/ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയാണ്, 1 ബിറ്റാണ്. അപ്പം അത് ഈ ഒരു സെല്ലിൽ നിന്ന്, മെമ്മറി സെല്ലിൽ നിന്ന് ഒരു ബിറ്റ് റീഡ് ചെയ്യണം. ആ റീഡ് ചെയ്യുന്ന ഡേറ്റ 32:1 എന്ന് ഒരു ഔട്ട്പുട്ട് മൾട്ടിപ്ലെക്സർ വഴിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 1 ബിറ്റ് നമുക്ക് ഇവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇൻപുട്ടാണ്. സോ ഇൻപുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻപുട്ട് ഇവിടുന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അത് ഈ 32x32 മെമ്മറി സെല്ലിലേക്ക് അതൊരു ബിറ്റ് അവിടെ റൈറ്റ് ചെയ്യണം. അത് ചെയ്യുന്നത് ഇൻപുട്ട് ഡീമൾട്ടിപ്ലെക്സറാണ്. അപ്പോൾ 1:32. ഓക്കെ, ഒരു ബിറ്റ് ഇവിടുന്ന് പോയി അത് 32ൽ നിന്ന് ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് അത് റൈറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലെക്സറും ഇൻപുട്ട് ഡീമൾട്ടിപ്ലെക്സറും. അതായത് റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് മൾട്ടിപ്ലെക്സറാണ് യൂസ് ചെയ്യുന്നത്, റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇൻപുട്ട് ഡീമൾട്ടിപ്ലെക്സറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ബിറ്റ് ആണ് ഇപ്പോൾ റീഡോ റൈറ്റോ ചെയ്യേണ്ടത്. കാരണം ഇത് 1K×1 എന്ന ഒരു ചിപ്പ് ആയതുകൊണ്ട് ഒരു ബിറ്റ് മാത്രമേ റീഡും ഒരു ബിറ്റ് മാത്രമേ റൈറ്റും ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ 2 കൺട്രോൾ സിഗ്നൽസ് ഞാൻ പറഞ്ഞില്ലേ, റീഡ്/W ബാറും അത് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയാണ്. പിന്നെ CS എന്ന് പറഞ്ഞാൽ ചിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇത്രയും നമുക്കിതിൽ കൂടുതലൊന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, however according to the column address only one cell is connected to the external data via output multiplexer and input demultiplexer. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ലാസ്റ്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 5-ലെ, ദാറ്റ് ഈസ് റോം, ദാറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറീസ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച റാം, ഓക്കെ, SRAM-ഉം DRAM-ഉം എല്ലാം പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അത് വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറഞ്ഞു അല്ലേ. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ ആഫ്റ്റർ ദ പവർ ഈസ് ടേൺഡ് ഓഫ് ദ ഡേറ്റ വിൽ ബി ലോസ്റ്റ് അല്ലേ. പക്ഷേ ദർ ആർ സർട്ടൻ ആപ്ലിക്കേഷൻസ് വിച്ച് വിൽ നീഡ് മെമ്മറി ഡിവൈസസ് ടു റിറ്റെയിൻ ദ കണ്ടൻസ് ആഫ്റ്റർ പവർ ഈസ് ടേൺഡ് ഓഫ്. അപ്പോൾ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് ആ ഡേറ്റ അവിടെ അതായത് റിറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ച്വലി അതിൽ ലോഡ് ആവണം. അത് ഡിസ്കിലാണ് ഉണ്ടാവുക, അത് മെമ്മറിയിലേക്ക് ലോഡ് ആവണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും എന്താണ് ആ ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്തിരിക്കണം എപ്പോഴും. കാരണം അത് ലോസ്റ്റ് ആയാൽ പിന്നെ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇങ്ങോട്ട് ലോഡ് ആവില്ലല്ലോ. സോ അവിടെ എന്താണ് ഒരു നോൺ വോളറ്റൈൽ മെമ്മറി വേണം. സോ ദാറ്റ് ദേ വിൽ നോട്ട് ബി ലോസ്റ്റ് ആഫ്റ്റർ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. ഓക്കെ, അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി. സോ നോൺ വോളറ്റൈൽ മെമ്മറി റീഡ് ചെയ്യുന്നത് സെയിം മാനർ ആസ് വോളറ്റൈൽ മെമ്മറി. റീഡ് ചെയ്യുന്നത് സെയിം ഓപ്പറേഷനാണ്. സെപ്പറേറ്റ് റൈറ്റിംഗ് പ്രോസസ്സസ് നീഡഡ് ടു പ്ലേസ് ദ ഇൻഫർമേഷൻ ഇൻ ദിസ് മെമ്മറി. പക്ഷേ സെപ്പറേറ്റ് റൈറ്റിംഗ് പ്രോസസ്സ് വേണ്ടി വരും റൈറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നോർമൽ ഓപ്പറേഷൻ ഇൻവോൾവ്സ് ഓൺലി റീഡിംഗ് ഓഫ് ഡേറ്റ. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് കോൾഡ് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡിംഗ് ഓഫ് ഡേറ്റ മാത്രമാണ് നടക്കുന്നത്. ആ ഒരു മെമ്മറിനെയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്, റോം. ഓക്കെ, ഇനി എന്താണ് ഫീച്ചേഴ്സ് ഓഫ് റോം? അതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, നോൺ വോളറ്റൈൽ സ്റ്റോറേജും ആണ്. ഓക്കെ, ദെൻ ഡേറ്റ ആർ റിട്ടൺ ഇൻ ടു എ റോം വെൻ ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ്. എപ്പോഴാണ് മാനുഫാക്ചർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഡേറ്റ അവിടെ റൈറ്റ് ചെയ്യും. ആക്ച്വലി വയേർഡ് ഇൻ ടു ദ ചിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ വയേർഡ് ഇൻ ടു ദ ചിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ അവിടെ എപ്പോഴും ഉണ്ടാവും, അതായത് അത് ലോസ്റ്റ് ആവുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വയേർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വയേർഡ് എന്നും പറയും ചില കേസിൽ. അതെന്ന് വെച്ചാൽ ഓൾറെഡി അത് പെർമനൻ്റ്ലി അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് പിന്നീട് അത് എന്താ പറയുക ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോസ്റ്റ് ആവില്ല. ഓക്കെ, ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. ദെൻ പ്രോഗ്രാമബിൾ വൺസ്, അതായത് ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അതായത് വൺസ് അത് പ്രോഗ്രാമബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. അതായതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റോം സെല്ല്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ റോം സെല്ലിൽ ഇപ്പോൾ വേർഡ് ലൈൻ ഉണ്ട്, ബിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററാണ്, മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റർ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യലി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതായത് ഇൻ റീഡ് ഓൺലി മെമ്മറി
a logic value 0 is stored in the cell if the transistor is connected to ground, otherwise a 1 is stored. അതായത് ഇപ്പം ഇവിടെ നമുക്ക് റീഡ് ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അതാണ് റീഡ് ചെയ്യുന്നത്. അപ്പം 0 എപ്പോഴാണ് റീഡ് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഗ്രൗണ്ടും കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് വാല്യൂ 0 ആയിരിക്കും. അല്ലാത്ത കേസിൽ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഗ്രൗണ്ടും കണക്ഷൻ ഇല്ലെങ്കിൽ 1 ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ദ ബിറ്റ് ലൈൻ ഈസ് കണക്റ്റഡ് ത്രൂ അ റെസിസ്റ്റർ ടു ദ പവർ സപ്ലൈ. അപ്പം ഇനീഷ്യലി എന്താണെന്ന് വെച്ചാൽ ബിറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റർ വഴി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അത് ഹൈ ആയിരിക്കും ഇനീഷ്യലി. ഓക്കെ, ബിറ്റ് ലൈൻ ഹൈ ആണ്. ഇനി റീഡ് ചെയ്യണമെങ്കിൽ ടു റീഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ സെൽ ദ വേർഡ് ലൈൻ ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വേർഡ് ലൈൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, ദസ് ദ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ആൻഡ് ദ വോൾട്ടേജ് ഓൺ ദ ബിറ്റ് ലൈൻ ഡ്രോപ്സ് ടു നിയർ 0 ഇഫ് ദർ ഇസ് കണക്ഷൻ ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം അതായത് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തല്ലോ, അപ്പോഴെന്തായി, ട്രാൻസിസ്റ്റർ ക്ലോസ് ആയി. അതായത് ട്രാൻസിസ്റ്റർ സ്വിച്ച്, അതായത് ട്രാൻസിസ്റ്റർ ഓൺ ആയി, അപ്പോൾ സ്വിച്ച് ക്ലോസ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക, ബിറ്റ് ലൈനിൻ്റെ വോൾട്ടേജ് അത് ഡ്രോപ്സ് ടു നിയർലി 0. അതായത് ഇനീഷ്യലി ഹൈ ആയിരുന്നല്ലോ, പക്ഷെ അത് ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ എന്തായാലും ആ ബിറ്റ് ലൈനിലെ വാല്യൂ അവിടെ 0 ആയി കുറയും. ഓക്കെ, ആൻഡ് ഇഫ് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ ആൻഡ് ഗ്രൗണ്ട്, ഗ്രൗണ്ടും ട്രാൻസിസ്റ്റർ വെച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും അവിടെ ബിറ്റ്സ് ലൈന് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇനി നമുക്ക് ബിറ്റ് ലൈൻ വഴിയാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പം ബിറ്റ് ലൈനിൽ ആ വാല്യൂ അപ്പോൾ 0 ആണ് റീഡ് ചെയ്യുക. ഓക്കെ, ഇനി അതർവൈസ് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് നോ കണക്ഷൻ ടു ഗ്രൗണ്ട് ദെൻ ദ ബിറ്റ് ലൈൻ റിമെയിൻസ് അറ്റ് ഹൈ വോൾട്ടേജ് ഇൻഡിക്കേറ്റിംഗ് എ 1. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഒരു കേസ് പറയുന്നത് എന്താ, ഇപ്പോൾ ട്രാൻസിസ്റ്ററും ഗ്രൗണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബിറ്റ് ലൈന് എങ്ങനെയാണോ ആദ്യ സ്റ്റേറ്റ് ഹൈ തന്നെയല്ലേ, ആദ്യം അത് ഹൈ വോൾട്ടേജിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് ഹൈ തന്നെ ഉണ്ടാവും. സോ അതൊരു 1 ആയിരിക്കും റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് സെൻസ് സർക്യൂട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ബിറ്റ് ലൈൻ ജനറേറ്റ്സ് ദ പ്രോപ്പർ ഔട്ട്പുട്ട് വാല്യൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെൻസ് സർക്യൂട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ അത് ഉണ്ട്, അവിടെ സെൻസ് സർക്യൂട്ട് ഉണ്ടാവും അവിടെ അതുവഴിയാണ് ഔട്ട്പുട്ട് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആൻഡ് ഡേറ്റ ആർ റിട്ടൺ ഇൻ ടു റോം വെൻ ഇറ്റ് ഇസ് മാനുഫാക്ചർഡ്. അപ്പോൾ ഇപ്പോൾ നമുക്കിതിൽ റീഡ് ഓപ്പറേഷൻ മാത്രമേ നോക്കണ്ടൂ, കാരണം റീഡ് ഓൺലി മെമ്മറി ആണല്ലോ. അപ്പോൾ റൈറ്റ് ചെയ്യുന്നത് അത് മാനുഫാക്ചർ സമയത്ത് തന്നെ റൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. സോ റീഡ് ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടത്. ഇനി നെക്സ്റ്റ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റോം ബിറ്റ് സെൽ ഇസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് ഹാസ് നോ സ്റ്റേറ്റ് ടു ഫോർഗെറ്റ് ഇഫ് പവർ ഇസ് ടേൺഡ് ഓഫ്. അതായത് റോം എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. അപ്പം പവർ ഓഫ് ആയി കഴിഞ്ഞാലും അത് എന്താ പറയുക, ഫോർഗെറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ആ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും, അത് ലോസ്റ്റ് ആവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതൊരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ ടൈപ്സ് ഓഫ് റോം നോക്കാം ഏതൊക്കെയാണെന്ന്.